അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, ഉള്ളൊക്കെ നല്ലോണം വെന്തലുണ്ടോ, സെറ്റപ്പ്. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ ഒരു കാര്യം, പ്രത്യേകിച്ച് ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ കൂട്ടുകാരെ. ഇന്ന് എന്താന്ന് വെച്ചാല്, ഇന്ന് എന്റെ യൂട്യൂബ് ചാനൽ 50K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ദിവസമാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കൂട്ടുകാരെ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും പേരേക്ക് എത്താൻ പറ്റുന്നത് കൂട്ടുകാരെ. അതായത് ഇന്ന് നമ്മൾ റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്ന പറഞ്ഞാൽ നല്ല അടിപൊളി സ്നാക്സ് ആണ്, ചായക്കടിക്ക് ഒരു വെറൈറ്റി രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്ന കൂട്ടുകാരെ. ഇന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ആദ്യം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു 1.5 കപ്പോളം മൈദമാവ് എടുക്കാം നമുക്ക്. ഈ മാവിനകത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ, പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മാവ് കഴിക്കത്തില്ല, അതേ കണക്ക് നല്ല രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ശേഷം നമ്മൾ ആ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കും. ഇനി നമുക്ക് ഇതിനകത്തൊരു ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത്, നമുക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ പറയുന്നത് സവാളയാണ്, വെറും കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. നമ്മൾ 2 സവാള എടുത്തിട്ടുണ്ട്. അരിയുമ്പോൾ നമുക്ക് എത്ര കനം കുറയ്ക്കാവോ അതനുസരിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. നമുക്ക് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്, ഓയിലല്ല. നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അരമുറി ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞാണ് അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 4 മുട്ടയുടെ മഞ്ഞയാണ്, നമ്മളിപ്പോൾ മഞ്ഞക്കര മാറ്റി പ്രത്യേകം ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ നല്ലോണം നമുക്ക് ഉടച്ച് ഇതിനകത്തോട്ട് ചേർക്കുക. ഇനി നമുക്ക് ഇതിനകത്തൊരു 2 സ്പൂണോളം നമ്മൾ സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് എരിവിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് അതിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാകും. മാവെല്ലാം നമ്മൾ നമ്മുടെ ഉരുള പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് ഇതേ കണക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കും. നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നമ്മുടെ മുട്ട ഉണ്ടല്ലോ, മുട്ട നമ്മളൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്തോട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കും. ഇത് എത്ര വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട. നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. ഇത് ഞങ്ങൾക്ക് മടക്കിയെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് ഇവിടെ ആയിട്ടുണ്ടായിരുന്നു മേളിലോട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേളിലും കൂടെ നമ്മൾ കുറച്ച് എഗ്ഗ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചിടാം. നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ചെയ്യണം. നമുക്ക് മീഡിയം ഫ്ലെയിമിനകത്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടി. ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതാ മൊത്തത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. താണ്ട നല്ല കിടുക്കാച്ച സാധനമാണ്.